السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറാണ് എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറാൽ പടക്കപ്പെട്ടവരാണ്. ഹബീബിന്റെ ലാഹിറും ബാത്തിനും അവ്വലും ആഖിറും നൂറ് തന്നെയാണ്. മലക്കുകളിൽപ്പെട്ട ഏറ്റവും വലിയ മലക്കുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. മഹാനായ ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ ഏറ്റവും വലിയ ഭംഗിയുള്ള മനുഷ്യനായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ ഭംഗിയുള്ള ആളായിരുന്നു ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ദഹിയത്തുൽ കൽബിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും കൂടുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരാറ്. ഒരിക്കലും ഒരു സ്വഹാബി നടന്നു പോകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു ആണെന്ന് സ്വഹാബി മനസ്സിലാക്കിയതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവരുടെ സംസാരം കണ്ടപ്പോൾ സ്വഹാബി അത് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതി സലാം പോലും പറയാതെ സ്വഹാബി ഒരു സൈഡിലൂടെ മാറി അങ്ങനെ നടന്നുപോയി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ തങ്ങളടുത്ത് തങ്ങൾ വന്നപ്പോൾ സ്വഹാബിയോട് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നീയാണോ കടന്നുപോയത് വഴിയരികിലൂടെ? അപ്പോൾ സ്വഹാബി പറയുന്നുണ്ട്, നബിയെ, അങ്ങ് ദഹിയത്തുൽ കൽബിയുമായി റളിയല്ലാഹു അൻഹുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി, അങ്ങേക്ക് വിഷമം വരുന്ന പ്രയാസം വരുത്തണ്ടെന്ന് കരുതി ഞാൻ മാറി നടന്നു പോയതാണ് നബിയെ എന്ന് സ്വഹാബി വര്യൻ പറയുകയാണ്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാ, അത് വഹുവ ജിബ്രീൽ അലൈഹിസ്സലാം, അത് ജിബ്രീലായിരുന്നു. ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു രൂപത്തിൽ വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ നൂറാണ്, നൂറ് കൊണ്ട് പടക്കപ്പെട്ട ആളാണ്. നൂറാൽ പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യനായി വരികയാണ്. അതുകൊണ്ട് നൂറ് മനുഷ്യനാകുന്നതിൽ യാതൊരു വിധ അസംഭവങ്ങളും ഇല്ലാത്തതാണ്. അഷ്റഫുൽ ഖൽഖായ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, മലക്കുകളെ പോലും അല്ലാഹു തആല പടച്ചത് നൂറിൽ നിന്നാണെങ്കിൽ അഷ്റഫുൽ ഖൽഖായ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തരാണ്. എല്ലാത്തിനെയും മേലെയാണ് ഹബീബിന്റെ എല്ലാ പദവികളും. അതുകൊണ്ടാണ് ഹബീബിന്റെ പദവി മറ്റൊരു പദവിയാണ്. ഹബീബ് ഒരു സിറാണ്. ഹബീബ് അല്ലാഹുവിന്റെ രഹസ്യമാണ്. ഹബീബ് നൂറ് മുജസ്സമാണ്. അവിടുത്തെ നൂറ് അത് മുജസ്സമായതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, തിരുശരീരം, ഹബീബിന്റെ ശരീരം നൂറ് മുജസ്സമാണ്. അല്ലാതെ അതിന്റെ മാദ്ദ അത് മണ്ണല്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹബീബിന് അതുകൊണ്ടാണ് ഹബീബിന് ഏഴാകാശങ്ങളും സിദ്റത്തുൽ മുൻതഹയൊക്കെ കടന്ന് അള്ളാഹുവുമായി കണ്ടുമുട്ടാൻ സാധിച്ചത്. അതുകൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് അള്ളാഹുവിനും റസൂലിനും അറിയാം. നൂറിലേക്ക് ചേരുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വിശദീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ തന്നെയാണ് അവിടുത്തെ ദുആയിലും അല്ലാഹു ജഅൽനി നൂറാ വമിൻ ബൈനി നൂറാ വമിൻ ഖൽഫി നൂറാ, അവിടുത്തെ ദുആയിൽ പോലും അങ്ങനെ തന്നെയാ, എന്നെ നൂറാക്കണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അവിടുന്ന് നൂറാണ്, മുഴുവനായും അവിടുന്ന് നൂറാണ്. അവിടുത്തെ എല്ലാം നൂറാണ്. ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കാൻ നേരത്ത് ഹബീബിനെ പടക്കാനുള്ള നൂറ് എടുത്ത് കൊണ്ടുവന്ന് ആദം നബിയെ പടക്കുന്ന കൂട്ടത്തിലെടുത്ത് കുഴച്ചു എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ശുദ്ധ ഹദീസുകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അവിടുന്ന് നൂറാണ്. അവിടത്തെ പടക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കാനാണ് മണ്ണെടുത്തത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കാൻ വേണ്ടി മണ്ണെടുത്ത് ആദം നബി മണ്ണുകൊണ്ടാണ് പടക്കപ്പെട്ടത്. ആ മണ്ണിലിട്ട് ഹബീബിനെ പടക്കാനുള്ള മണ്ണെടുത്ത് അതിലിട്ട് കൂട്ടിക്കുഴച്ചു എന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മണ്ണെടുത്ത് പടക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത്? മണ്ണുകൊണ്ട് പടക്കപ്പെടേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നൂറാണ്. ആ നൂറിൽ നിന്നാണ് സർവസ്വം പടക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നൂറിൽ നിന്നാണ് ഭൂമിയും സർവ്വചരാചരങ്ങളെയും മലക്കുകളെയും ജിന്നുകളെയും സർവ്വസൃഷ്ടികളെയും പടക്കുന്നത്. ആ നൂറിൽ നിന്നാണ്. ആ നൂറിനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, അതാണ് വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്റാബിൽ കരീമത്തിൽ ഫാഖിറ. ആ നൂറിനെയാണ് അല്ലാഹു തആല വതഖല്ലുബുക ഫിസ്സാജിദീൻ, ആ നൂറാണ് കടന്നു വരുന്നത്. ആ നൂറാണ് ബശറായി
അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനായി ആ നൂറിനെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ആ നൂറിന് നിഴലില്ലാത്തത്, ആ നൂറ് റബ്ബിലേക്ക് കടന്നുപോയത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് നൽകപ്പെടാത്ത പദവി. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്പിയാക്കന്മാർ മുഴുവനും അള്ളാഹുവിന്റെ സിഫാത്തിന്റെ മദ്ഹറായിക്കൊണ്ടാണ്, സിഫാത്തുൽ വുജൂദാണ്. അമ്പിയാക്കന്മാർ മാത്രമല്ല, മനുഷ്യകുലത്തിൽ വെച്ച്, മനുഷ്യ സൃഷ്ടികളിൽ വെച്ച്, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ അമ്പിയാക്കന്മാർ, അവരാണ് ഹബീബിന്റെ നൂറിനെ, ആ അമാനത്തിന് ഏറ്റവും ഭംഗിയായി ലോകത്ത് കൊണ്ടുവന്നത് അമ്പിയായിലൂടെയാണ്. പിന്നീടാണ് ഔലിയാക്കന്മാർ. അമ്പിയാക്കന്മാർക്ക് ശേഷം ആ അമാനത്തിനെ, ആ നൂറ് മുഹമ്മദി എന്ന അമാനത്തിനെ ഏറ്റെടുത്ത് അതിനെ പൂർത്തീകരിച്ചവർ അമ്പിയാക്കന്മാർക്ക് ശേഷം ഔലിയാക്കന്മാരാണ്. അപ്പോൾ ഏറ്റവും ഉന്നതരായ സൃഷ്ടികൾ അമ്പിയാക്കന്മാരാണ്. മനുഷ്യകുലത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന്മാർ അമ്പിയാക്കന്മാരാണ്. ഈ അമ്പിയാക്കന്മാരിൽ തന്നെ അള്ളാഹു തആല നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ സിഫാത്തിന്റെ മദ്ഹറായിക്കൊണ്ടാണ് അമ്പിയായിനെ. ഈ നൂറ് മുഹമ്മദിയുടെ സിഫാത്തിന്റെ മദ്ഹറാണ് മുഴുവൻ അമ്പിയാക്കന്മാരും. അള്ളാഹുവിന്റെ നൂറാകുന്ന നൂറ് മുഹമ്മദി, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അതിന്റെ ആ വിശദീകരണത്തിൽ ഓരോരോ സിഫത്തുകളാണ്, ഓരോരോ അള്ളാഹുവിന്റെ ഔസ്വാഫുകളുടെ മദ്ഹറായിക്കൊണ്ടാണ് അമ്പിയാക്കന്മാർ അള്ളാഹു നിയോഗിച്ചയച്ചത്. ഔലിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഓരോരോ സിഫാത്തിന്റെ മദ്ഹറായിക്കൊണ്ടാണ് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അള്ളാഹു അയച്ചത്. എന്നാൽ അള്ളാഹുവിന്റെ ദാത്തിയിൽ വുജൂദായി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിന്റെ മദ്ഹറായി, ദാത്തിന്റെ തജല്ലി, ദാത്തിന്റെ മദ്ഹർ ഒന്നേ ഒന്ന് മാത്രമാണ്. അത് അൽ മദ്ഹറുൽ അതം, ഇസ്മുല്ലാഹ്, അള്ളാഹു എന്ന ഇസ്മിന്റെ മദ്ഹറാകുന്ന അൽ ഹബീബുനാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബുനാ ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് ഈ ദാത്തിന്റെ വുജൂദായി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിന്റെ തജല്ലിയായി ലോകത്തേക്ക് വന്നിട്ടുള്ളത്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാത്തിയിൽ വുജൂദായത് കൊണ്ട് തന്നെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവ്വലും ആഖിറും ലാഹിറും ബാത്തിനും നൂറായിക്കൊണ്ടാണ്. അതിന് മേലെ വേറൊരു സൃഷ്ടിയില്ല. ഒരു നിലക്കും വൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅ്ത മിൻ ഇളമി വൻസുബ് ഇലാ ഖദ്രിഹി. കണ്ടോ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതി എത്ര വേണമെങ്കിലും നമുക്ക് പുകഴ്ത്തി പറയാം. അവിടത്തേക്ക് എല്ലാ മധുകളും അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ, അക്രമുൽ ഖൽഖ, അതിനോളം അല്ലാഹു തആല ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്ത ഒരു സൃഷ്ടിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിയായിട്ട് ലോകത്തേക്ക് വന്നു, മനുഷ്യനായി ലോകത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിയുടെ നിയമമാണ് ലോകത്ത് ആ തിരുശരീരത്തിലൂടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നത്. സൃഷ്ടിയായിക്കൊണ്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. സൃഷ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ. ഭൂമിയിൽ മുഹമ്മദാണെങ്കിൽ ആലമുൽ മലക്കൂത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്മദാണ്. അതിന്റെയും മേലെ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഹബീബിന്റെ പേര് മാറും. മീമറ്റ അഹമ്മദ്, ഞാനെന്ന് ചൊന്നോവർ എന്ന് മൗലിദ് കിതാബിൽ നമുക്ക് ഹബീബിനെ കുറിച്ചുള്ള മാലയിൽ മൗലിദ് കിതാബിൽ കാണാൻ കഴിയും. മീമറ്റ അഹമ്മദ്, ഞാനെന്ന് ചൊന്നോവർ, അന അഹമ്മദുൻ ബിലാ മീം. അഹദാണ്, അർശിൽ അഹദാണ്. അർശിന്റെ മുകളിലോട്ട് അവർക്ക് അഹദിയത്തിന്റെ മർത്തബയാണ്. അതാണ് നാം മുമ്പ് വിശദീകരിച്ചത്. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, അലമുൽ വുജൂബ്. ആ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത പദവിയിലേക്ക് ഇറങ്ങി. അതിൽ നിന്ന് പിന്നീട് നൂറ് മുഹമ്മദി എന്ന പദവി, അതിൽ നിന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടി ലോകത്തേക്ക് അവതരിക്കുകയാണ്. അതുകൊണ്ടാണ് അൽ ഇൻസാൻ കാമിൽ എന്നാണ് ഹബീബിന്റെ പേര്, സമ്പൂർണ്ണ മനുഷ്യൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സമ്പൂർണ്ണ മനുഷ്യൻ, അത് അൽ ഇൻസാൻ കാമിൽ, അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സമ്പൂർണ്ണ മനുഷ്യൻ. എന്താണ് സമ്പൂർണ്ണ മനുഷ്യന്റെ പ്രത്യേകത? ആ സമ്പൂർണ്ണ മനുഷ്യൻ ഐനുൽ ഹഖി വ ഐനുൽ ഖൽഖി, ഐനുൽ ഹഖി വ ഐനുൽ ഖൽഖി എന്നാണ് സമ്പൂർണ്ണ മനുഷ്യന്റെ പ്രത്യേകത. ഹഖീഖത്ത് കൊണ്ട് ആന്തരികമായിട്ട് അവരുടെ ഹഖീഖത്ത് അത് ഐനുൽ ഹഖാൻ, അള്ളാഹുവാകുന്ന ഹക്കാകുന്ന അള്ളാഹുവിന്റെ ഐനാണ്. അള്ളാഹുവിന്റെ ഐനിൽ തജല്ലിയായി നിൽക്കുന്ന ഒരു പ്രത്യക്ഷമായ രൂപമാണ്, ഖൽഖിന്റെ രൂപമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുകൊണ്ടാണ് സർവ്വ കിതാബുകളും മഹാന്മാരും രേഖപ്പെടുത്തി ഐനുൽ ഹഖി വ ഐനുൽ ഖൽഖി. ഇതാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രത്യേകതയാ.
മനുഷ്യന്റെ ആന്തരികം അങ്ങനെയാണ്. അവന്റെ ഹഖീഖത്ത്, അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നത് നാം പറഞ്ഞല്ലോ, അത് ആലമുൽ വുജൂബിൽ പെട്ടതാണ്. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ് മുഹമ്മദിയെ പുറത്തു കൊണ്ടുവരുന്നത്. ഈ നൂറ് മുഹമ്മദിയിലേക്ക് വരുന്ന പ്രവാചകൻ അതാണ് ബർസഖാൻ. നൂറ് മുഹമ്മദിയായ ഈ നൂറ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ പൊരുൾ, ആ നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ആ ആലമുൽ ഇംകാനിലൂടെ കടന്ന് മനുഷ്യനായി ലോകത്തേക്ക് അവതരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സമ്പൂർണ്ണ മനുഷ്യന്റെ പ്രത്യക്ഷത്തിൽ, ആ സമ്പൂർണ്ണ മനുഷ്യൻ സൃഷ്ടിയാണെങ്കിൽ, ആ ഖൽഖിന്റെ ഐനാണെങ്കിൽ, ആ സമ്പൂർണ്ണ മനുഷ്യൻ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഉന്നതമായ ആന്തരികമായ ആ ഐനുൽ ഹഖിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിച്ച് തീർക്കാനോ പറയുവാനോ ആരാലും സാധ്യമല്ല, മനസ്സിലാക്കുവാനോ സാധ്യമല്ല. അതിനു മാത്രം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും തമ്മിലുള്ള രഹസ്യം അതിനിഗൂഢമായ രഹസ്യമാണ്. ഔലിയാക്കന്മാരായ, മഹാന്മാരായ, അക്താബീങ്ങളായ വലിയ ആളുകൾക്ക് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരു ബുദ്ധിക്കും ഒരു ശക്തിക്കും ഒരു നിലക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യഥാർത്ഥ ഹഖീഖത്തിനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധ്യമല്ലാത്ത വിധം അത് ഉന്നതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ, അവരേക്ക് ഫാനിയായി, അവർ ലയിച്ച് അലിഞ്ഞില്ലാതെയായി കഴിഞ്ഞാൽ ഹബീബിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ഹബീബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല, അള്ളാഹുവിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല തന്നെ, ഒരിക്കലും സാധ്യമല്ല. ഒരു വലിയനോ, ഒരു ഖുതുബിനോ, ഒരു നബിക്കോ, ഒരു മലക്കിനോ, ഒരു ജിന്നിനോ, ഒരു ഇൻസിനോ ഒരാൾക്കും തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അവിടേക്ക് ചെല്ലും തോറും, ആ ഹബീബിലേക്ക് അടുക്കും തോറും ലയിച്ച് അലിഞ്ഞ് ഇല്ലാതെയായി ഹബീബിൽ ലയിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. ഇങ്ങനെ ഹബീബിലേക്ക് ലയിച്ച് അലിഞ്ഞ്, ഹബീബിലേക്ക് സമ്പൂർണ്ണ ഫനായിലായി, ഹബീബിലേക്ക് ലയിച്ചലിഞ്ഞ് സമ്പൂർണ്ണ ഫനായിലായി മഹാന്മാർ, വലിയ ഉന്നതന്മാരായ മഹാന്മാർ, അക്താബികൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നാം ബഹുമാനപ്പെട്ട ശൈഖുനായെ കുറിച്ച് പറഞ്ഞതുപോലെ, ഗൗസുൽ ആദമിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അവരൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്പൂർണ്ണമായി ലയനം പ്രാപിക്കുകയാണ്. അപ്പോഴാണ് ഹബീബിന്റെ സംസാരം അവരിലൂടെ വരുന്നത്, ഹബീബിന്റെ അവസ്ഥകൾ അവരിലൂടെ വരുന്നത്. കാരണം ആ നൂറാനിയത്തിലേക്ക് ഇവരുടെ നൂറ് ചെന്ന് ചേർന്ന് ലയിച്ച് അലിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. അപ്പോഴാണ് ഹബീബിന്റെ ആ വരവ് അവരിലൂടെ സാധ്യമാകുന്നത്, ഹബീബിന്റെ തജല്ലി അവരിലൂടെ സാധ്യമാകുന്നത് അപ്പോഴാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സർവ്വ അമ്പിയായിലും സർവ്വ ഔലിയായിലും അവരുടെ ഖദറനുസരിച്ച്, ഹബീബിനെ അവർ മനസ്സിലാക്കിയ ഖദറനുസരിച്ച് അവരിലൂടെയൊക്കെയും ഹബീബിന്റെ തജല്ലിയാണ് ഉണ്ടായത്. ഹബീബല്ലാത്തൊരു വലിയോ, ഹബീബല്ലാത്തൊരു നബിയോ, ഹബീബിലൂടെ അല്ലാതെ ഒന്നും തന്നെ ലോകത്തില്ല. ഒരു പദവിയും ഒരു ശ്രദ്ധതയും ഇല്ല. എല്ലാ പദവികളും എല്ലാ ശ്രദ്ധതകളും ഹബീബിലൂടെയാ. ഹബീബിലേക്കുള്ള അടുപ്പമനുസരിച്ചാണ്, ഖുർബനുസരിച്ച് ഓരോരുത്തരിലേക്കും ഹബീബിന്റെ തജല്ലി ഉണ്ടാവുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സത്യമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജിലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉന്നതരായ മഹാന്മാർ, ശൈഖന്മാർ ഈ സത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എത്രയോ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എൻ്റെ ഷെയ്ഖിന്റെ രൂപത്തിൽ കണ്ടു എന്ന് എത്രയോ മഹാന്മാർ പറഞ്ഞു. കാരണം ഇതാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിലൂടെ, ഔലിയാക്കന്മാരിലൂടെ ലോകത്ത് എന്നും തജല്ലിയായി കൊണ്ടേയിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തജല്ലിയായിക്കൊണ്ട് വന്നിട്ടുള്ള അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരായ മഹാന്മാരായ മശായിഖന്മാരെ മുഴുവനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും അവരുമായി ബന്ധപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.